ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വലിയ മനുഷ്യൻ്റെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് വന്നത് എൻ്റെ കഥ മാത്രമായി പോയി. ശരിയാണ്, ഞാനതിൽ ഒരുപാട് പേരുടെ നെയിം ലിസ്റ്റ് തന്നെങ്കിലും ത്രൂ ഔട്ട് എൻ്റെ സ്റ്റോറി ആയിരുന്നു. അതായത് ഞാൻ ഒന്നുമല്ലാതിരുന്ന ഞാൻ എങ്ങനെ സാഗരയിൽ ചേർന്നു, അവിടെ നിന്ന് എങ്ങനെ എനിക്ക് കുറേ ബന്ധങ്ങളുണ്ടായി, ഞാൻ എങ്ങനെ സ്കൂളിൽ ചേർന്നു, തിരിച്ച് ഞാൻ എങ്ങനെ വീണ്ടും പഴയ പോലെ ഒന്നുമല്ലാണ്ടായി ഇപ്പോൾ എന്നുള്ള ഒരു സർക്കിളിൽ. അതായിരുന്നു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ ഇതിനെല്ലാം കാരണക്കാരനായ ഒരു വ്യക്തിയിൽ അയാളാണ് ആ വലിയ മനുഷ്യൻ, മിസ്റ്റർ മഹേഷ് മന്നത്ത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ, അല്ലെങ്കിൽ ആ വീഡിയോ ഫുള്ളായി കണ്ട വ്യക്തികളെല്ലാവരും എന്നോട് കമൻ്റായിട്ടും അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്തിട്ടൊക്കെ പറയാനുള്ളത് ഫുള്ള് പറയുന്നു. പക്ഷേ നമ്മളങ്ങനെ ഇത് നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മഹേഷ് സാറിന് അത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, ബിക്കോസ് ഹീസ് റിച്ച് ആൻഡ് എന്തൊക്കെ വന്നാലും പുള്ളിക്കാരൻ അത് മാനേജ് ചെയ്യുന്നത് കൊണ്ടും, ആൻഡ് ഇപ്പുറത്ത് മഹേഷ് സാറാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ ലൈഫ് സ്പോയിൽ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഞാനിടുന്ന വീഡിയോ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ നിൽക്കുന്നത് കൊണ്ടും ഞാൻ അതിലേക്ക് അധികം കടങ്ങുന്നില്ല. എങ്കിലും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം സാഗരയിൽ നിന്ന് ഞാൻ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയത് മീൻസ് ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കാരണം സാഗര ഡാൻസ് അക്കാഡമി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ഗ്യാങ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത് മഹേഷ് സാർ അങ്ങനെയാണ് പറയുന്നത്. സോ ഞങ്ങളൊരു ഗ്യാങ് ആണ്, യെസ്, ഞങ്ങളൊരു ഫാമിലിയാണ്. ഞങ്ങളെല്ലാവർക്കും ഡാൻസ് ക്ലാസ് ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ എൻ്റെ ഡി സ്പേസ് തുടങ്ങിയത്. പക്ഷേ പുള്ളിക്കാരൻ അത് എന്താണ്, ഞാൻ ഇപ്പോഴും പറയുന്നു, മഹേഷ് സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങിയത് എന്തുകൊണ്ടാണ്, സാറിനെ എഗെയിൻസ്റ്റ് ആയിട്ട്, മനസ്സിലായോ? അങ്ങനെയാണ് സാറ് എന്നോട് പറഞ്ഞത്. അത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. മഹേഷ് സാറിനെ കാണാൻ പോയ കാര്യം, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് സാർ എന്നെ സ്കൂൾ വർക്കിന് ഇപ്രാവശ്യം വിടാത്തത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞ കാര്യമാണ് ഞാൻ സ്വന്തമായി ഡാൻസ് ക്ലാസ് തുടങ്ങിയ കാര്യം. ഞാൻ ഓൾറെഡി മഹേഷ് സാറിനോട് പറഞ്ഞതാണ്. എന്താ പറയുക, എൻ്റെ സ്ഥലം പറളിയാണ്, പാലക്കാട് പറളി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. സോ ആ ഭാഗത്തുള്ള കുറേ പിള്ളേർക്ക് എന്നെപ്പോലെ ഡാൻസ് പഠിക്കാൻ, ഞാനൊരു പ്രാന്തനായതുകൊണ്ട് ഞാൻ ഡാൻസിന് വേണ്ടി ഇത്രയും ദൂരം എൻ്റെ അച്ഛനും സപ്പോർട്ട് ഉള്ളതുകൊണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒലവക്കോട് വരെ പോയി പഠിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും എന്നെ പോലെയുള്ള കുറേ പിള്ളേർ ഈ ഡാൻസ് തലക്കി പിടിച്ചിട്ട്, ഡാൻസിന് മാത്രമല്ല ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്തിട്ട് ഒലവക്കോട് വരെ പോയി ഡാൻസ് പഠിക്കാൻ. ശരിയാണ്, നമുക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഏതറ്റം വരെയും പോകണം. പക്ഷേ ആസ് എ പറളി അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള കുറച്ച് കുട്ടികൾക്ക് അത്രയും ദൂരം വന്ന് പഠിക്കാൻ പാരൻസിന് പറ്റാത്തതുകൊണ്ടും, അവർക്ക് അങ്ങനെ കുറേ റീസൺ ഉള്ളതുകൊണ്ടും ഇവിടെ അടുത്തൊരു ഡാൻസ് ക്ലാസ് തുടങ്ങണം എന്നുള്ളത് സാഗരയിലുള്ളപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിന് ഒരു പറ്റിയൊരു സമയം വന്നപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഡാൻസ് ക്ലാസ് തുടങ്ങി. ഓക്കെ, പക്ഷേ അതും ഇപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എങ്കിലും ഡാൻസ് ക്ലാസ് ഞാൻ തുടങ്ങി. ഇതുപോലെ സാഗര നിന്നപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് വരാൻ പറ്റാണ്ടായ എൻ്റെ സാഗര ഡാൻസ് അല്ലെങ്കിൽ എസ്ക്രൂ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൈ ഫാമിലി, ഡാൻസ് ഫാമിലി വിത്തൗട്ട് മഹേഷ് സാർ, ഓക്കെ, മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാരണം ദൂരമൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. അവർക്ക് വാല്യൂ കൊടുക്കുന്ന ആ ഒരു ഡാൻസ് എന്നുള്ളൊരു സാധനം, ഡാൻസിനെ മാത്രമേ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. അതുക്ക് മേലെ ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങൾക്ക് കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അത് അത്രയും നല്ലൊരു ബന്ധം ഫ്രണ്ട്സുമായിട്ടും സിബ്ലിങ്സുമായിട്ടൊക്കെ ഉള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇതായി. പക്ഷേ പുള്ളിക്കാരൻ എന്തായിരുന്നു, സാറിൻ്റെ സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ സാറിന് വിഷമമായി എന്നുള്ളൊരു സാധനം. അപ്പോൾ അത് സ്വാഭാവികമാണല്ലോ. എന്താ പറയുക, അപ്പോൾ എൻ്റെ ആണെങ്കിലും എൻ്റെ
ഇപ്പോൾ ഫേവററ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെക്കാട്ടിലും കൂടുതൽ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഒബ്വിയസ്ലി വിഷമമുണ്ടാകും. പക്ഷേ അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അവർ നമ്മളെക്കാട്ടിലും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നമ്മളെ വിട്ടിട്ട് അവരുടെ കൂടെ പോയതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം നമ്മളതിലൊരു ഫോൾട്ട് ഇല്ലാണ്ട് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യില്ലല്ലോ. പിന്നെ ഞാൻ വലിയ പുള്ളിക്കാരനൊന്നുമല്ല കേട്ടോ. എനിക്കാകെ അറിയാവുന്നത്, ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റ മോനാണ്. ഇത് ഞാൻ ഒരു 150 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എനിക്ക് ബാക്കിയുള്ളവരെ ഞാൻ അത്രയും വാല്യുബിളായിട്ട് കാണുന്നത് കൊണ്ട് അവർക്ക് ഞാൻ മാക്സിമം ഹാപ്പിനെസ്സും സ്നേഹവും ഇതെല്ലാം എനിക്ക് പറ്റുന്നത്ര ഞാൻ കൊടുക്കും. പൈസ മാത്രം ചിലവാക്കാനില്ല എന്നുള്ളൂ. അത് എൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടറാണ്. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഞങ്ങളുടെ ആ ഒരു കണക്ഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് അവരെല്ലാവരും ഇങ്ങോട്ട് വന്നതും. പിന്നെ ഇത് എൻ്റെ മാത്രം ഡാൻസ് ക്ലാസ് അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ളൊരു അതൊക്കെ പറയണമെങ്കിലേ ഞാൻ കാര്യം. കാരണം അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴും ആ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഈ മഹേഷ് സാറിന് അറിയില്ല. ആൾക്ക് എന്താണ്, ആൾക്ക് ഫുൾ ബിസിനസ് മൈൻഡാണ്. ബിസിനസ് മൈൻഡ് മാത്രമല്ല, വേറെയും മൈൻഡ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ബിസിനസ് മൈൻഡ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇതുപോലെ ഇതിൻ്റെ ഒരു ദേഷ്യം, അതായത് സാഗര നിന്നപ്പോൾ ഞാൻ ഡി സ്പേസ് തുടങ്ങി ആൻഡ് സാഗരയിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് അധികം കുറച്ച് പേര് ഇവിടെ അവിടെ ആയിട്ട് നിൽക്കുന്നു, കുറച്ച് പേര് സാഗരയിൽ തന്നെ നിന്നു. കാരണം ആൾ വേറെയും പുതിയൊരു സാഗര തുടങ്ങിയല്ലോ. സോ അങ്ങനെ ആ പുതിയ സാഗര തുടങ്ങുന്നതിന് മുമ്പ് ഒരു വർഷത്തോളം ഡാൻസ് ക്ലാസ് ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് കുറച്ചധികം ആൾക്കാർ ഇവിടേക്ക് വന്നു, സ്റ്റുഡൻസ്. ഓക്കെ, ഞങ്ങൾ ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പോണത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ദൂരം പല പല സ്ഥലത്തുള്ളവരായതുകൊണ്ട് എപ്പോഴും വരാൻ പറ്റില്ല, എന്നാലും മാക്സിമം അവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പുതിയ ക്ലാസ്സിലെ പുതിയ സ്റ്റുഡൻസ് എല്ലാമായിട്ട് ഞാൻ അടിപൊളിയായി പോകുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് ഇതൊരു പ്രശ്നം. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയുമോ ആ ഒരു പത്രവാർത്ത? അതിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. സോ ആ ഒരു ഇതിൽ ഞാൻ, അതായത് ഒന്നും അറിയാത്ത ഈ ഞാൻ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇൻവോൾവ് ആകുക മീൻസ് ഐ വിറ്റ്നസ് ആയിട്ടുണ്ട്. ഐ വിറ്റ്നസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. എൻ്റെ പേര് അതിൽ വന്നതുകൊണ്ട് ആൾ ചെയ്ത ആ തെറ്റില്ലേ അതൊന്നും കൂടെ സ്ട്രോങ് ആയി. ഞാൻ തെറ്റുകാരനല്ല ഗൈസ്. ഈ അഭിനവ് എന്ന് പറഞ്ഞ ഞാൻ തെറ്റുകാരനല്ല. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ സാക്ഷി, വിറ്റ്നസ് പറഞ്ഞതാണ്, സാക്ഷി ആയതുകൊണ്ട് ഈ മഹേഷ് സാർ ചെയ്ത ഒരു തെറ്റ് അത് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് അയാൾക്ക് ഇത്ര കിട്ടേണ്ട ഒരു പണിഷ്മെൻറ്റ് ഇത്ര അതിൻ്റെ കാരണം ആരാണ്? ഞാൻ. അല്ലാണ്ട് ആൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. ആൾ നല്ലവൻ, പുണ്യാത്മാവ്. ഞാൻ ആൾക്കെതിരെ വിറ്റ്നസ് ആയപ്പോൾ, അതായത് ഇപ്പുറത്തുള്ള, അതായത് ഇയാൾ എന്താണ് പ്രതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, അത് ഇപ്പുറത്ത് അതിന് വിക്ടിമായ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ എൻ്റെ ഇത് വന്നപ്പോൾ, അതായത് ഞാൻ മഹേഷ് സാറിൻ്റെ സ്റ്റുഡൻ്റാണ്, അതായത് മഹേഷ് സാറിൻ്റെ ക്ലാസ്സിലത്തെ ഒരാളായതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ മഹേഷ് സാറിൻ്റെ ടീം തോറ്റു. അതിന് കാരണം ആരാണ്? ഞാൻ. ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ചാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഗോളിയായിട്ട് ഇവരുടെ എന്താ പറയുക, ഇവരിവിടെ നടിക്കുന്ന ഗോള് ഞാനത് തടുത്തപ്പോൾ, അല്ല ഞാൻ ആ കളിയിലേ ഇറങ്ങിയിട്ടില്ല, പക്ഷെ ഞാൻ തടുത്തു എന്നുള്ളൊരു വ്യാജേന എന്നെ നൈസായിട്ട് ഒഴിവാക്കുകയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇയാൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ അറിയാത്തൊരു കാര്യമായിരുന്നു, പക്ഷേ ഞാനിങ്ങനെ ഞാൻ അതവിടെ മാറ്റി വയ്ക്കൂ. ഇപ്പോൾ ഈ കാണുന്ന നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരോ ബെസ്റ്റ് ഫ്രണ്ടിനോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞു, ഒരു കുറ്റം വന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു നല്ല സുഹൃത്താണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് സത്യമാണോ? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ എങ്ങനെയാണെന്ന് അറിയുള്ളൂ. അത് സത്യമാണോ, അത് നുണയാണോ എന്ന് ആദ്യം അവനോട് ഒന്ന് ചോദിക്കടാ, നിന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നീ അത് ഉള്ളതാണോ
അല്ലെങ്കിൽ അതല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് അറിയണ ഒരാളാണെങ്കിൽ എന്ത് വേണം, അവൻ അങ്ങനെയും ചെയ്യില്ല എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവും ഇല്ലേ? ഇത് നിങ്ങൾക്ക് അറിയണ ആ ഒരു കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെയാണ് എനിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ളതിൻ്റെ അടുത്തൊക്കെ ഇത് പറഞ്ഞിട്ട് അവനോട് പറയാണ്ടിരുന്ന അവൻ എങ്ങനെ ഉണ്ടാവും എന്നാലേ സുഖം. അതായത് നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞു, ഒരു റൂമർ പറഞ്ഞിട്ട് നിങ്ങളത് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറയേണ്ടിരുന്നത് ഫസ്റ്റ് നിങ്ങളൊരു നല്ല വ്യക്തിയാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം നിങ്ങൾക്ക് അത്രയും അവനെക്കുറിച്ച് അറിയുമെങ്കിൽ. കാരണം നിങ്ങൾ കുറേ വർഷം, ഇപ്പോൾ ഞാനും മഹേഷ് സാറും തമ്മിൽ ഇന്നേക്ക് 26 9 വർഷത്തെ ഇതുണ്ട്. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതാ, നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സോ അങ്ങനെ അറിയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് വേണം, ഈ ഒരു കാര്യം അറിഞ്ഞാൽ ആദ്യം എൻ്റെ അടുത്തല്ലേ പറയേണ്ടത്. ഇത് ക്ലാസ്സിലത്തെ പിള്ളേരൊക്കെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഇയാൾ ഒരു തെറ്റ് ചെയ്തിട്ട് അത് ഇയാൾ ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു കാരണം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ അപ്പുറത്ത് ഗോളിയായി നിന്നത് കൊണ്ടാണ് ഇയാളുടെ ടീം ഔട്ടായതെന്ന് ഇയാളുടെ കൂടെ നിൽക്കണ്ടല്ലോ. അതായത് ഡി സ്പേസ് സാഗര ഡി സ്പേസിൽ നിന്ന് സാഗരയിൽ നിന്ന് ഡി സ്പേസിക്ക് വന്നവരല്ലാണ്ട് കുറച്ച് പേര് അവിടെ നിൽക്കണ്ടല്ലോ. അവനടുത്തൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവരൊക്കെ ദേഷ്യത്തിലാണ് എന്നോട്. ഞാനിവിടെ നിന്ന് ഗോൾ കീപ്പറായി നിന്നതുകൊണ്ട് മഹേഷ് സാറിൻ്റെ ടീമിന് എന്നോട് ദേഷ്യം. അവർ നേരെ ഇയാൾ കള്ളക്കളി കളിച്ചിട്ട്, ദൈവമേ തെറി പറയല്ലേ ദൈവം, ഇയാൾ കള്ളക്കളി കളിച്ചിട്ട് എൻ്റെ ടീമും അല്ലെങ്കിൽ ഞാൻ അവിടെ ഗോൾ കീപ്പറായി നിന്നത് ശരിയല്ല, അതാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഞാനാണെങ്കിൽ ആ കളി കണ്ടിട്ട് പോലുമില്ല ഗൈസ്, ഞാൻ ആ കളി കണ്ടിട്ട് പോലുമില്ല. ഞാനാണ് അവിടെ ഗോൾ കീപ്പറായി നിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പറ. അതൊന്ന്. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, സാർ എനിക്കറിയില്ല, ഞാൻ അറിയാത്തൊരു കാര്യമാണ് ഇത്. എന്നാൽ സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നോടല്ലേ സാർ പറയേണ്ടത്, സാർ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല പറഞ്ഞപ്പോൾ അത് അതിൻ്റെ എന്നിട്ട് ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു, പിള്ളേരൊക്കെ നിൻ്റെ അടുത്ത് ദേഷ്യത്തിലാണ്, നീ ഒന്ന് പിള്ളേരെ ഒന്ന് വിളിച്ച് നീ കാര്യങ്ങൾ ക്ലിയർ ചെയ്യ്. ആ പിള്ളേരിൽ പ്രമോദുണ്ട്, കള്ള പ്രമോദൻ നീ അപ്പോൾ പിള്ളേർ ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ഒരു കാര്യം, ഞാൻ മനസ്സാ വാച കർണാടക അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇയാളുടെ കൂടെ നിൽക്കുന്നവരുടെ അടുത്തൊക്കെ തുളച്ചിട്ട് ഞാൻ അവരുടെയൊക്കെ ഓരോരുത്തരുടെയും കാല് പോയി പിടിക്കണോ? ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ട്. ഞാൻ ആ കളിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോളിയാണോ അതോ ഡിഫൻഡറാണോ എന്ത് തേങ്ങയാണെന്നുള്ളത് എനിക്ക് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗോൾ കീപ്പറായിരുന്നില്ല, ഞാൻ ബോൾ വരുമ്പോൾ ഞാൻ മാറി നിൽക്കുകയായിരുന്നു എന്തെങ്കിലും പറഞ്ഞ് അവരെ കാല് പിടിക്കാൻ പറഞ്ഞാൽ പറയൂ ഗൈസ്, നിങ്ങൾ പറയൂ. കമൻറ്റ് ബിലോ. എനിക്കറിയാം, മനസ്സാ വാച ഞാൻ അറിയാത്തൊരു കാര്യം എൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ട് എൻ്റെ ജോലി ഞാൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടു കൂടിയും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിലുപരി എൻ്റെ കുട്ടികളുടെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് എന്നെ ഇയാൾ ഒഴിവാക്കി. മെൻറ്റേഴ്സിലുള്ള ഇതിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ എത്രത്തോളം നല്ല രീതിയിലാണ് അവിടെ നിന്നിട്ടുള്ളത്. മിസ്റ്റേക്ക് പറ്റും. അതായത് ഇപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ സെൽഫി എടുക്കണതും റീൽ എടുക്കണതും അതെല്ലാം സ്വാഭാവികമാണ്. ഞാൻ പറയട്ടെ, എന്തറിയോ, എനിക്ക് ഒരു വ്യക്തിയോട്, ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു കുട്ടിയോട്, ഇത്രയും കുട്ടികളെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരോട് ബിഹേവ് ചെയ്ത ഒരു എന്നെക്കാട്ടിലും കൂടുതൽ ലോകം കണ്ട ആളാണ് മഹേഷ് സാർ. പക്ഷേ ഈ പാലക്കാട് മാത്രമേ ഞാൻ കടന്ന് കറങ്ങിയിട്ടുള്ളൂ എങ്കിലും ഇത്രയും ആൾക്കാരെയും ഇത്രയും പല ആൾക്കാരുമായിട്ടും പല സ്കൂളുകളിൽ പോയിട്ടും പല എല്ലാവരുമായിട്ട് ഇടപഴകിയ ആ ഒരു ബേസിക് അറിവ് വെച്ച് ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഓക്കെ, അതിപ്പോൾ സ്കൂൾ കുട്ടികളോടാണെങ്കിലും ടീച്ചർമാരോടാണെങ്കിലും എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വരുന്ന കുട്ടികളോടാണെങ്കിലും അവരുടെ പേരൻസിനോടാണെങ്കിലും എല്ലാവരോടാണെങ്കിലും എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ അവരോട്. കാരണം എല്ലാവരും അനിയന്മാരാണ്. അപ്പോൾ അനിയന്മാരായിട്ടും ഏട്ടന്മാരായിട്ടും ചേച്ചിമാരായിട്ടും അമ്മമാരായിട്ടും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റും.
ചുരുക്കം പറഞ്ഞാൽ ഇത്രയും കാലം ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരോടാണെങ്കിലും പുതിയതായിട്ട് കാണുന്നവരോടാണെങ്കിലും ഞാൻ ആ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ പുറത്ത് നല്ല ഡീസൻറ്റ് വ്യക്തിയായും നല്ല മാന്യനായിട്ട് അകത്ത് വേറൊരു ക്യാരക്ടർ കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ. ഓക്കെ, അത് എന്നെ അറിയുന്നവർക്കും അറിയും, ബാക്കി ഉള്ളവരെ അറിയുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഈ ഒരു 9 വർഷത്തിനിടയ്ക്ക് ഞാൻ സാഗരി ചേർന്നപ്പോൾ തൊട്ട് ഈ 9 വർഷത്തിനിടയ്ക്ക് ഒരു 4 തവണയാണ് ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് സാഗറിൽ സംഭവിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെന്ത് ചെയ്തു, അവിടെ നിന്ന് ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവരൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. അതുപോലെ തന്നെ ഇതുപോലെ അറിയാണ്ട് കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞും ഓരോന്ന് ഓഫർ ചെയ്തും ഈ മഹേഷ് സാർ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര മാനിപ്പുലേഷൻ്റെ ആളാണ് കേട്ടോ. സോ ആളുടെ സ്വാധീനത്തിന് അല്ലെങ്കിൽ ആളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പല രീതിയിലും കൺവിൻസ് ചെയ്ത് കൂടെയുള്ളവരെ പിടിച്ചു നിർത്തും. അത് ആളുടെ മിടുക്കാണ്, പിന്നെ അയാളുടെ ബിസിനസ് ട്രിക്കാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുണ്ടല്ലോ, അതങ്ങനെ ഒരു കാര്യമില്ല. മരം വെട്ടുന്നുണ്ട് ഗൈസ്, അതിൻ്റെ സൗണ്ടാണ്. സോ അതന്നെ, അവർക്കത് ഭയങ്കര ഒരു മെൻ്റലി ആണെങ്കിലും അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങേർക്ക് അതറിയണ്ട. ഇങ്ങേർക്ക് എന്താണ്, ഇങ്ങേരുടെ കാര്യം, ഇങ്ങേരുടെ ഡാൻസ് ക്ലാസ്സും ഇങ്ങേരുടെ ബിസിനസ് ലൈഫും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടന്നു വേണം. അതിനുവേണ്ടി ആരെയും കൂടെ നിർത്തും, സപ്പോർട്ട്. ഒന്നും കണ്ടിട്ടും കാണാണ്ടിരിക്കണവരെ അല്ലെങ്കിൽ ഇതൊന്നും അറിയാണ്ടിരിക്കണവരെയൊക്കെ ആൾ അടിപൊളിയായി കൂടെ കൊണ്ടു നടത്തും. എന്നാൽ ഇത് അറിയുന്നവരെയോ അല്ലെങ്കിൽ ഇതറിഞ്ഞ് പ്രതികരിക്കുന്നവരെയോ, അവിടെയാണ് എൻ്റെ വിജയം എന്തറിയോ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ ആൾക്ക് എഗെയിൻസ്റ്റ് വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഒരു ചെറിയ പണി കിട്ടിയതെങ്കിലും അതൊരു നല്ല ഒരു തീരുമാനമായിരുന്നു. ബിക്കോസ് പുറത്തിനി ആളുടെ കൂടെ നിന്നു പറഞ്ഞിട്ട് വന്നതാണെങ്കിൽ എനിക്കാണ് ചീത്തപ്പേര് ഗൈസ്. സീരിയസ്ലി ഇതിപ്പോൾ എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ആൾക്ക് എഗെയിൻസ്റ്റായിട്ട് അല്ലെങ്കിൽ ആളുടെ കാര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിൻ്റെ കൂടെ ഞാൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ബിക്കോസ് അത് നല്ലൊരു ടീമാണ്. ഓക്കെ, ആൻഡ് അങ്ങനെയൊക്കെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വെച്ച് നിങ്ങൾക്കൊരു എന്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അഥവാ എന്നിട്ടും ഇത്രയും ഈ അരമണിക്കൂറിൻ്റെ കഴിഞ്ഞ വീഡിയോ അതിൽ കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ഇതിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് പറയേണ്ടത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ അതന്നെയാണ് സംഭവം. പക്ഷെ അത് ഓപ്പണായി പറയാൻ എനിക്കൊരു എളുപ്പമുണ്ട്. ബിക്കോസ് എന്താ പറയുക ഫസ്റ്റ് തിങ്, ഇത്രയും വർഷം ആളുടെ സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളൊരു ആ ഒരു ആളുമായിട്ട് അത്രയും അടുപ്പുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു സാധനം ഉണ്ടെങ്കിലും എന്താ പറയുക, അതിൽ നിന്നൊന്ന് വിട്ട് വന്നല്ലോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പണി നോക്കി വേറെ എൻ്റെ ഡാൻസ് ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ്സും വേറെ ജോലി പഠിത്തം അങ്ങനെയൊക്കെ നോക്കി എൻ്റെ പാട് നോക്കി ഇരുന്നാൽ പോരേ എന്നുള്ളൊരു സാധനം ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു ഇതിനെയാണ്, സമാധാനത്തിനാണ്. ബിക്കോസ് ഞാൻ അത്രയും ഗൈസ് ആലോചിച്ച് നോക്ക്, ഞാൻ അത്ര ഇൻട്രസ്റ്റോടുകൂടി ഇഷ്ടപ്പെട്ട് ചെയ്ത എൻ്റെ പിള്ളേരെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന് അങ്ങനെ ചെയ്തൊരു ഇതിന് എന്നോടുള്ള ദേഷ്യത്തിന് ഇയാൾ എന്നെ അതിൽ നിന്ന് മാറ്റുമ്പോൾ അയാൾക്ക്, അതായത് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ മഹേഷ് എന്ന് പറയുന്ന ആ വ്യക്തി എന്നെ ശിക്ഷിക്കുമ്പോൾ, ഒരു തെറ്റും ചെയ്യാണ്ട് എന്നെ ശിക്ഷിക്കുമ്പോൾ, ഇത്രയും തെറ്റ് ചെയ്തിട്ട് പക്ഷെ ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഇയാൾ ഒരു ഇതാണെന്നുള്ളത് എത്ര പേർക്ക് അറിയുന്നറിയില്ല. പക്ഷെ ഇത്രയും തെറ്റുകൾ ഇയാൾ ചെയ്തിട്ട് പുറത്ത് മാന്യമായി നടക്കുകയും ഇയാൾ ചെയ്യുമ്പോൾ ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? എൻ്റെ ചാനലിൽ ഇയാൾക്കെതിരെ ഒരു വീഡിയോ എങ്കിലും ഞാൻ ഇടണ്ടേ? നിങ്ങൾ പറ. കാരണം
ഞാനിതുവരെ എൻ്റെ കുട്ടികളോട് ഞാനിങ്ങനെ പെരുമാറിയിട്ടില്ല. ഇത്രയും കാലമായിട്ട് സാഗരിയിൽ ചേർന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ കസിൻസിന് എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാവും. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ ഇപ്പോൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ വിഷമം അറിയും. മനസ്സിലാവും? അതുപോലെ അച്ഛനമ്മമാരില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയാം. അതുപോലെ തന്നെ സഹോദരങ്ങളില്ലാത്ത എന്നെ പോലുള്ള ആൾക്കാർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഏട്ടനും അനിയനും തമ്മിലുള്ള വഴക്കോ, ഇപ്പോൾ എന്താ പറയുക, ഞാൻ നമ്മുടെ വാഴ 2 കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ അതൊരു വേറെ തന്നെ സംഭവമാണ്. സോ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. സോ എനിക്ക് ഈ പറയുന്ന പോലെ എൻ്റെ പിള്ളേരെല്ലാവരും എനിക്ക് എന്താ പറയുക, നിധി. അതുകൊണ്ട് ഞാൻ അതൊരു റീസൺ ആയതുകൊണ്ട് പിന്നെ വേറെ ഇങ്ങനെയുള്ള ചിന്തകളെ മൈൻഡിൽ വരില്ല. അതൊരു കാര്യം. ഓക്കെ, പക്ഷേ ഇയാൾക്ക് എന്താണ്, എങ്ങനെയാണ് ഒരു ഗുരുവാണ്, അത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ സിനിമകളിലൊക്കെ പറയുന്നില്ല, സ്വന്തം അച്ഛനെയും അമ്മനെയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണെന്ന് പറയുന്നത്. എങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഒരു ഗുരുവാണ്, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഇയാൾ കാട്ടണം. ഇത്രയും സ്കൂളുകളിൽ പോയി ഒരു സ്കൂളിൽ തന്നെ 150 കുട്ടികളെ പഠിപ്പിച്ച എനിക്കിതുപോലെ ഒരു കുട്ടിയുടെ അടുത്തും ഇങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല. പക്ഷേ തോന്നും, എന്ത് സ്നേഹം. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഓരോ സ്കൂളിലത്തെ കുട്ടികളുടെയും പേര് പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണ്, അവർക്ക് എന്നോടും എനിക്ക് അവരോടുമുള്ള ഒരു സ്നേഹം. അത് ഞാൻ പേര് പറഞ്ഞവരില്ലാണ്ടും ബാക്കി എല്ലാവരോടും എനിക്ക് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഡാൻസ് ക്ലാസ്സിലും ഇവരോടൊക്കെ അതൊക്കെ അങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതായി. കുട്ടികളെ ആണെങ്കിലും നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ സാഗരി ഇപ്പോൾ എൻ്റെ ഡി സ്പേസിൽ കുറേ കുട്ടികൾ വന്ന് ചേരുന്നുണ്ട്. അവരുടെ പേരൻസ് അവിടെ വന്ന് ക്ലാസ്സിൽ വന്ന് ആക്കിയിട്ട് പോകുന്നുണ്ട്. ആ ഒരു രാവിലെ 10 to 12 വരെ എന്നെ വിശ്വസിച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പം അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ കാട്ടണം. അവർ ഡാൻസ് പഠിക്കാനാണ് വരുന്നത്, അവരുടെ ഏജ്, അവർ കളിക്കേണ്ട കുട്ടികളാണ്. അപ്പോൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഡാൻസും കളിക്കും. അതല്ലാത്ത സമയത്ത് അവരുടേതായിട്ടുള്ള പ്രായത്തിൻ്റെതായിട്ടുള്ള കളികളെല്ലാം ഉണ്ടാവും. പക്ഷേ എൻ്റെ റെസ്പോൺസിബിലിറ്റി, ബിക്കോസ് ഒരു ഡാൻസ് ക്ലാസ് സ്വന്തമായി നടത്തണം. അതേസമയം തന്നെ ഞാൻ അവരോടൊപ്പം കളിക്കാനും നിൽക്കും. ചിലപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇവൻ മെച്യൂരിറ്റി ഇല്ലാത്തവനാണ്, കുട്ടികളുടെ ഒപ്പം കളിച്ച് നടക്കും. യെസ്, കാരണം എൻ്റെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് ഞാൻ അവരുടെ ഒപ്പം അങ്ങനെ നിൽക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു ബോധം ഇങ്ങനെ കാണുമ്പോൾ തന്നെ മറ്റേ ക്യാരക്ടർ വരുന്ന ആ ഒരു സംഭവമല്ല. കുട്ടികളായിട്ടും അത് ഈ റെസ്പോൺസിബിലിറ്റിയും എന്താ പറയുക, മെൻ്റൽ എബിലിറ്റിയും, ഈ 2 സാധനം കൂടെ ഒരുമിച്ചുള്ള ആ ഒരു സാധനം അത് വേണം. ദൈവമേ, ഞാനിനി എന്താ അയ്യോ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇത്രയും ഞാൻ പറയുമ്പോഴും എനിക്ക് മനസ്സ് തുറന്ന് 4 തെറി വിളിക്കണമെന്നുണ്ട്. അതുപോലെ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ ഓപ്പണായി പറയണമെന്നുണ്ട്. പക്ഷെ എന്തോ ഈ പറഞ്ഞ പോലെ എനിക്കത് പറയാൻ പറ്റണില്ല. കാരണം ഇയാളുടെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. കാരണം അത്രയും എനിക്ക് ഉള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ തെറ്റ് ചെയ്തിട്ട് മാന്യനായിട്ട് നടക്കുക, ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് എൻ്റെ പണി പോവുക, അതാണ് എനിക്ക് ദേഷ്യം. എന്നിട്ടും ഈ 2 വീഡിയോ ആയിട്ട് ഞാൻ എത്രത്തോളം ഞാൻ ശകാരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അയാൾക്ക് വേണ്ടിയിട്ടാണ്, അയാളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. പക്ഷേ ഒന്നും അങ്ങോട്ട് മനസ്സ് വിട്ട് പറയാൻ പറ്റണില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഇയാളുടെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം അറിയണവരെയും നമ്മുടെ സാറ് ആ ഒരു നമ്മളെല്ലാവരും അങ്ങനെയല്ലടാ കണ്ടിട്ടുള്ളത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. പക്ഷേ ഈ വീഡിയോയില് ഭയങ്കര ലാഗ് ആവുന്നുണ്ട് അല്ലേ? നിക്ക്
ഞാൻ ഈ വീഡിയോയിൽ എല്ലാം കൂടെ തുറന്നടിച്ച് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കണം. പക്ഷേ എൻ്റെ സിറ്റുവേഷനില്ലേ ഭയങ്കര ബാഡാണ്. ആളെനിക്ക് അത്ര വലിയ സ്ട്രെസ്സാണ് തന്നിരിക്കുന്നത്. അതിന് റിലീഫാകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ ഡാൻസ് ക്ലാസ്സും ആണെങ്കിലും എൻ്റെ പിള്ളേരുമായിട്ടുമാണെങ്കിലും ഞാൻ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അടുത്തൊരു എനിക്ക് എന്താ പറയുക, ഞാനൊരു ബാക്കപ്പ് പ്ലാനോ അതൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡിൽ ഫുള്ള് സ്കൂൾ വർക്ക്, ആ ഒരു സാധനം അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാ. ഇയാളതിൻ്റെ ഇടയിൽ കൂടെ എന്നിട്ടോ ഒന്നും അറിയാത്ത ഒരു വീഡിയോയും കൂടെ ഞാൻ എന്തായാലും ചെയ്യും. അതിൽ ഞാൻ ഗൈസ്